അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സന്തോഷമല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് മനോഹരമായൊരു പ്രഭാതവും സന്തോഷം നിറഞ്ഞൊരു ദിവസവും സമ്മാനമായി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മിഅ്റാജിൻ്റെ പകലാണ്, മിഅ്റാജ് ദിനത്തിലാണ് നമ്മളുള്ളത്. ധാരാളം ആളുകൾ നോമ്പനുഷ്ഠിച്ചവരാണ്, പലരും നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ പോയവരാണ്. സാഹചര്യം, ചിലപ്പോൾ അസുഖം കാരണം, അല്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ പാടില്ലാത്ത അവസരങ്ങൾ, അങ്ങനെ നോമ്പ് പിടിക്കാൻ പറ്റാതെ എന്നാൽ നോമ്പ് പിടിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആ നോമ്പിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നോമ്പുകാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ആ ഒരു മനസ്സോടുകൂടെ ഒരു 10 മിനിറ്റ് ഇൽമിൻ്റെ സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ ചൊല്ലിയ എല്ലാ അദ്കാറുകളും സ്വലവാത്തുകളും നമ്മൾ അനുഷ്ഠിച്ച നിസ്കാരങ്ങളും ഓതിയ ഖുർആനും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മിഅ്റാജ് രാവിൻ്റെ പുണ്യം ലഭിച്ച മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയുന്നത് മിഅ്റാജിൻ്റെ 10 സന്ദേശങ്ങളാണ്. ഈ 10 സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കേ, നമ്മുടെ ലൈഫ് മനോഹരമാകുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പഠിക്കാൻ റെഡിയല്ലേ? 10 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം ഏതൊരു പ്രധാനപ്പെട്ട യാത്രയ്ക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മുടെ സ്ഥലക്കച്ചവടം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് പോകുന്നു, അങ്ങനെ എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപ് മഹാരഥന്മാരെ, സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യൽ നല്ലതാണ് എന്നൊരു സന്ദേശം എവിടെയുണ്ട്? ഇസ്രാ മിഅ്റാജിലുണ്ട്. അതിപ്പോൾ എങ്ങനെ കിട്ടി ഉസ്താദെ? അത് സൂറത്തു ഇസ്രാഇൻ്റെ 1-ാമത്തെ ആയത്ത് നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. എന്താ അല്ലാഹ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ച അള്ളാഹ്. എന്തിനാ അള്ളാഹു താല അങ്ങനെ രാപ്രയാണം ചെയ്യിച്ചത്? ശരിക്കും എന്താണ് ഇസ്രാ മിഅ്റാജിൻ്റെ ഉദ്ദേശം? എന്താ? അള്ളാഹിൻ്റെ ഹബീബിനെ അള്ളാഹുവിലേക്ക് ഒന്ന് കൊണ്ടുപോയി സന്തോഷിപ്പിക്കുക, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പരിപാടിയൊക്കെ ചെയ്തത്. പക്ഷേ ആ വലിയ യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് പടച്ചോൻ എന്ത് ചെയ്തു? ഒന്ന് ഹറമിൽ നിന്ന് അഖ്സ വരെ കൊണ്ടുപോയി. എന്തിനപ്പോൾ കൊണ്ടുപോയത്? അതിൻ്റെ ശേഷമായത്തിൽ പറയുന്നുണ്ട്, അല്ലദീ ബാറക്നാ ഹൗലഹു, അതിൻ്റെ ചുറ്റും അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, എന്താണ് അതിൻ്റെ ചുറ്റുമുള്ള ബറക്കത്ത്? അത് അമ്പിയാക്കളുടെ ഖബറുകളാണ്. അപ്പം അമ്പിയാക്കളുടെ ഖബറൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്ത് അമ്പിയാക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് അള്ളാഹുവിങ്കലേക്ക് യാത്ര വരണേ നബിയേ എന്ന ഹൃദ്യമായ പാഠം ഇത് നമുക്ക് അനുകരിക്കാവുന്നതാണ്. അപ്പോൾ എവിടെ ഏത് നല്ല കാര്യം നമ്മൾ ചെയ്യാൻ പോയാലും, എന്തൊരു പുതിയ വിഷയം നമ്മൾ തുടങ്ങുന്നതിന് മുൻപും മഹാന്മാർ, നമ്മുടെ നാട്ടിൽ ഔലിയാക്കളുടെയൊക്കെ മക്കാമുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പോയി സിയാറത്ത് ചെയ്ത് അവരുടെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ എൻ്റെ കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കി തരണേ എന്ന് ദുആ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് തിരിച്ചു പോയി നോക്കിയേ, ആ കാര്യം ഭംഗിയാകും. അതൊരു വല്ലാത്ത തൗഫീഖാണ്. എല്ലാവർക്കും അതിന് പറ്റിക്കൊള്ളണമെന്നില്ല. ഈമാനുള്ള മുഅ്മിനുകൾക്കേ അതിന് പറ്റുള്ളൂ, ഈമാനുള്ളവർക്കേ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇപ്പം എന്ത് മിഅ്റാജ്, എന്ത് ഇസ്രാ, ഇല്ലേ? ഇന്നിപ്പോൾ ഈ മിഅ്റാജ് പകലിലോ അല്ലെങ്കിൽ മിഅ്റാജിൻ്റെ കഴിഞ്ഞ രാത്രിയിലോ സന്തോഷിച്ച എൻ്റെ നേതാവ് അള്ളാനെ കണ്ട രാവാണെന്നൊരു സന്തോഷം തോന്നിയത് ഒരു പുത്തൻവാദിക്ക് അങ്ങനെ തോന്നൂല. അത് ഈമാനുള്ള മുഅ്മിനിനെ തോന്നുള്ളൂ. അള്ളാഹു മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ചിലരെന്നോട് കഴിഞ്ഞ ദിവസം അടിയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിരുന്നു, ഉസ്താദെ മസ്ജിദുൽ ഹറാമല്ല, മസ്ജിദുൽ ഹറമാണ്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മസ്ജിദുൽ ഹറാമുമാണ്, മസ്ജിദുൽ ഹറമുമാണ്. ആ ഹറാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തല്ലേ? ചെയ്യാൻ പാടില്ലാത്തതാണ്. അതാണ് സൂറത്ത് ഇസ്രായിൽ അള്ളാഹ് പറഞ്ഞ പേരാണ്. മിനൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറം എന്നല്ല, മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. എന്താണ് ഹറാം എന്ന് പറഞ്ഞാൽ? ആ ഭൂമിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തോന്നിവാസവും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ ഹറാമാകും, അതുകൊണ്ടാണ് അത് ഹറാമായത്. തോന്നിവാസങ്ങൾ എവിടെയും ചെയ്യാൻ പാടില്ല. പക്ഷേ പുറത്ത് ഹലാലായ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഉംറക്കോ അല്ലെങ്കിൽ ഹജ്ജിനോ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഹലാലായിരുന്ന പല കാര്യങ്ങളും ഹറാമാകും. അതുകൊണ്ട് അത് മസ്ജിദുൽ ഹറാമാണ്. കുറേ കാര്യങ്ങൾ നിരോധനമുള്ള സ്ഥലമാണ്. പിന്നെ മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞാലോ പരിശുദ്ധ ഭൂമിയാണ്. രണ്ടും പറയാം. ഹറാം എന്നതും ഖുർആനിക പദമാണ്. മനസ്സിലായോ? അപ്പോൾ രണ്ടും പറയാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എന്താണ്? അപ്പോൾ ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത് എന്താ? രണ്ടാമത്തത് നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചാലേ സ്വാലിഹീങ്ങളെ അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ പോകാൻ കഴിയുള്ളൂ.
പുണ്യസ്ഥലം സന്ദർശിക്കണമെങ്കിൽ ഹലാലായ ഭക്ഷണം കഴിക്കണം. ഇഖ്ലാസോടെ സന്ദർശിക്കണമെങ്കിൽ ഈ കൊല്ലം ചിലപ്പോൾ ഉംറക്ക് പോയി വന്ന ആൾക്കാരുണ്ട്, മൊത്തം തിരണ പലിശപ്പണമായിരിക്കും. അങ്ങനത്തെ യാത്രയല്ല. സ്വീകരിക്കപ്പെടുന്ന യാത്ര നടത്തുന്നതിന് മുൻപ് ഈ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത്തരം സ്വീകാര്യോഗ്യമായ യാത്ര നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിനിപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനൊരു തെളിവ് പിടിക്കാൻ പറ്റുക? അത് മസ്ജിദുൽ അഖ്സയിൽ മുത്തുനബി തങ്ങൾ വന്നു. അവിടുന്ന് അഖ്സയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജിബ്രീൽ വരികയാണ്, 2 പാത്രം കൊണ്ടുവരിക. ഒന്നിൽ കള്ളാണ്, ഒന്നിൽ പാലാണ്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു നബിയേ. അപ്പോൾ മുത്തുനബി തങ്ങളെ തിരഞ്ഞെടുത്തത് പാലാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇഖ്തറൈതൽ ഫിത്രത യാ റസൂലല്ലാഹ്, അങ്ങ് നല്ല ഹൃദ്യമായതിനെ തിരഞ്ഞെടുത്തു നബിയേ. അങ്ങ് നല്ലതിനെ തിരഞ്ഞെടുത്തു നബിയേ. പ്രകൃതിയെ തിരഞ്ഞെടുത്തു നബിയേ. നല്ല പ്രകൃതിയെ തിരഞ്ഞെടുത്തു അല്ലേ? എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങെങ്ങാനും ഈ കള്ളായിരുന്നു തിരഞ്ഞെടുത്തതെങ്കിൽ ലഫസദത്തിൽ ഈ ഉമ്മത്ത് നശിച്ചു പോയേനെ, മുഴുവൻ കള്ളുടിയന്മാരായി പോയേനെ. അപ്പോൾ അള്ളാൻ്റെ ഹബീബ് തിരഞ്ഞെടുത്തത് പാലാണ്. കാരണം കള്ള് പാടില്ല അല്ലേ? തിരഞ്ഞെടുത്തത് പാലാണ്. ആ പാല് നല്ല ഭക്ഷണമാണ്. ഹലാലായത് കഴിച്ചാൽ അള്ളാഹുവിനെ കാണാൻ പോകുക എന്നുള്ളൊരു സുന്ദരമായ പാഠം അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കും ഹലാലായ ഭക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവും. നമ്മുടെ മക്കൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇണകൾ വഴിതെറ്റിപ്പോകുന്നത് ഒരു പരിധിവരെ ഹറാമായ ഭക്ഷണം കഴിച്ചിട്ടാണ്, ഹറാമായ പൈസ കൊണ്ട് കഴിച്ചിട്ടാണ് ഇല്ലേ? നമ്മൾ എത്രയൊക്കെ ദ്വാരുന്നാലും നമ്മുടെ മക്കൾക്ക് ഹറാമായ ഭക്ഷണമാണ്, അല്ലെങ്കിൽ പലിശപ്പണം കൊണ്ടുള്ള ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഹറാമായ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നതെങ്കിൽ ആ മക്കൾ സ്വാലിഹീങ്ങളാകാൻ പാടാണ്. സ്വാലിഹീങ്ങളാവൂല. അത് മാത്രമല്ല, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഹറാമായ ഭക്ഷണം ഇങ്ങനെ നിരന്തരം കഴിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അള്ളാഹു ഹലാലായത് മാത്രം കഴിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് അതാണ്. മൂന്നാമത്തേത്, ഒരു മനുഷ്യൻ്റെ ഹൃദയം സ്ഫുടമായാൽ, നല്ല മനസ്സുള്ള അള്ളാഹുവിലേക്ക് അടുത്തൊരു മനുഷ്യനാണെങ്കിൽ മലക്കുകളേക്കാൾ അവർക്ക് ഉയരാൻ കഴിയും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിറാജിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് കഅബാലയത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് അവിടുത്തെ ഹൃദയം ഒന്നുകൂടെ പുറത്തെടുത്ത് കഴുകിയിട്ടുണ്ട് മലക്കുകൾ. മുൻപും പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹൃദയം ഒന്നുകൂടെ ഒന്ന് ശുദ്ധിയാക്കി. അവിടുത്തെ ഹൃദയം ഏറ്റവും നല്ല ഹൃദയമാണ്. ഒന്നുകൂടെ ഒന്ന് സ്ഫുടം ചെയ്തെടുത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഹൃദയ ശുദ്ധിയുള്ള മറ്റാരുള്ളത്? അഷ്റഫുൽ ഖൽഖല്ലേ? ആ മുത്തുനബി തങ്ങൾ ഇങ്ങനെ ബഹറുന്നൂറിൻ്റെ വാതിൽക്കൽ ജിബ്രീൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്, പ്രകാശക്കടലിൻ്റെ മുമ്പിൽ. 7 വാനത്തിലും ജിബ്രീൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ പറയുന്നുണ്ട്, ഇനി അങ്ങ് പോയിക്കോളൂ നബി, ഞാനില്ല, എൻ്റെ ചിറക് കരിഞ്ഞു പോകും യാ റസൂലല്ലാഹ്. അപ്പോൾ ജിബ്രീലാണ് ഏറ്റവും ഹൃദ്യമായ മാലാഖ അല്ലെ, ഏറ്റവും ശ്രേഷ്ഠനായ മാലാഖ. ആ മാലാഖക്ക് പോലും കടക്കാൻ പറ്റാത്തിടത്തേക്ക് ആർക്ക് കടന്നു ചെല്ലാൻ പറ്റി? അസാധാരണ മനുഷ്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റി. അപ്പോൾ സ്വാലിഹീങ്ങളായാൽ, നല്ല മനുഷ്യരായാൽ, ഹൃദയശുദ്ധിയുള്ള മുഖ്ലിസുകളായാൽ മലക്കുകളേക്കാൾ സ്ഥാനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാലാമത്തേത്, 5 വഖത്ത് നിസ്കാരം ഇല്ലേ? നമ്മൾ നിസ്കരിക്കാറുണ്ടോ? 5 വഖത്ത് നിസ്കാരം അള്ളാഹുവിലേക്കുള്ള മിഅറാജാണ്, നമ്മുടെ മിഅറാജാണത് ഇല്ലേ? കാരണം എന്താ? അള്ളാഹു റബ്ബുൽ ആലമീൻ സക്കാത്ത്, അതുപോലെ തന്നെ ഹജ്ജ്, ഇതൊക്കെ നിർബന്ധാക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മുത്തുനബിക്ക് സന്ദേശം അയച്ചിട്ടാണ്. പക്ഷേ നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം മുത്തുനബിയെ നേരിട്ട് വിളിച്ചല്ല കയ്യിൽ കൊടുത്തുവിട്ട സമ്മാനാണ്. ആ നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹ് മുമ്പിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിൽക്കണം. അത് നമ്മുടെ മിഅറാജാണ്. അള്ളാഹ് നമ്മൾ കാണുന്നില്ലെങ്കിൽ മുമ്പിൽ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കാമല്ലോ. അള്ളാഹ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അങ്ങനെ നിസ്കരിക്കണം. ആ നിസ്കാരം നമ്മുടെ മിഅറാജാണെന്നാണ്. 5 വഖത്തിലും മിഅറാജ് നടത്താനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്ക് തന്നില്ലേ? എത്ര വലിയ മഹാഭാഗ്യമാണ്. എന്നിട്ട് ആ ഭാഗ്യം കളഞ്ഞു കുളിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലേ? അള്ളാഹു എല്ലാവർക്കും ബോധം നൽകുമാറാകട്ടെ. ഇനിയോ 5ാമത്തെ കാര്യം, ഇത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന വഴിക്ക് സ്വർഗവും നരകമൊക്കെ കണ്ടു. അതിൽപ്പെട്ട ചില സന്ദേശങ്ങളാണ്. 5ാമത്തേത്, അള്ളാഹു റബ്ബുൽ ആലമീൻ ശുഹദാക്കൾക്ക് നൽകുന്ന വല്ലാത്തൊരു മഹത്വമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ മനുഷ്യർ, ഒരു സംഘം ആളുകൾ രാവിലെ കൃഷി ചെയ്യുന്നു, പെട്ടെന്ന് വൈകുന്നേരം ആകുന്നു, വൈകുന്നേരം അവർ ഇരട്ടിക്കിരട്ടിയായി വിളവെടുക്കുന്നു. അപ്പോൾ ഒരു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ ഒരു വരാൻ പോകുന്ന ചില കാര്യങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്, ചില എക്സാമ്പിൾസ് കാണിക്കാൻ. അപ്പോൾ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, ഇവരാരാണ്? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, നബി, അവർ ശുഹദാക്കളാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട യോദ്ധാക്കളാണ്. അവർക്ക് അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും നബിയെ, വലിയ മഹത്തുക്കളാണ് അവർ. ഇനി 6ാമത്തെ എന്താ? മദ്യപാനികൾക്ക് രക്ഷയില്ല എന്നൊരു സന്ദേശമാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ മനുഷ്യരെ തീനത്തുൽ ഹബാൽ എന്ന് പറയുന്ന ഏറ്റവും മോശമായ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും മോശമായ വെള്ളം. എന്താണ് തീനത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ? വ്യഭിചാരിണികളായ സ്ത്രീകൾക്ക് നരകത്തിലെ ചൂടുള്ള വെള്ളമുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചൂടല്ല,
നരകത്തിൽ 70 ഇരട്ടി ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അടുപ്പിലെ തീയിൻ്റെ 70 ഇരട്ടി എന്നാണ്. അങ്ങനെയല്ല, ഈ ദുനിയാവിലെ മുഴുവൻ തീ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെയൊക്കെ ചൂടൊന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്തേക്ക് പോകാൻ പറ്റും നമുക്ക്? കരിഞ്ഞൂല. നമ്മൾ അടുത്ത് എത്തണ്ട, എത്ര ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറം നമ്മൾ കരിഞ്ഞു പോകും സൂര്യൻ്റെ, അല്ലേ? അപ്പോൾ ആ ലോകം മുഴുവനുള്ള ചൂടിൻ്റെ 70 ഇരട്ടി ചൂട് എവിടെയുണ്ട്? നരകത്തിലുണ്ട്. 1000 കൊല്ലം നരകം കത്തിച്ചു, പിന്നെയും 1000 കൊല്ലം കത്തിച്ചു, പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. വെളുത്ത തീ പിന്നെ ചുവന്ന തീയായി, പിന്നെ അത് കറുകറുത്ത തീയാണ്. ഇന്ന് നരകം കറുപ്പിൻ്റെ സങ്കേതമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കറുത്ത തീ, കല്ലുകൾ പോലും കരിഞ്ഞു പോകുന്ന തീ. യാ അല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അവിടെ തിളപ്പിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണും മുഖവും മൂക്കൊക്കെ ഇങ്ങനെ അതിലേക്ക് ഉരുകി ഒലിച്ചു പോകും എന്നാണ്. യാ അല്ലാഹ്, കാക്കണേ റബ്ബേ. ആ വെള്ളം വ്യഭിചാരിണികളായ സ്ത്രീകൾക്ക് കുടിപ്പിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകിയൊലിച്ച് അവരുടെ ഗുഹ്യഭാഗത്തുകൂടെ പുറത്തേക്ക് ഉരുകിയൊലിച്ച് വരുന്ന വെള്ളമാണ് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത്. ആ വെള്ളമാണ് മദ്യപാനികൾക്ക് അവിടെ കുടിപ്പിക്കുക. അതിങ്ങനെ മുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ തിളച്ചു മറിഞ്ഞ് ഉരുകിയൊലിച്ചു പോകും. വീണ്ടും ശരീരം കൊടുക്കും, പിന്നെയും കുടിപ്പിക്കും. ആ വൃത്തികെട്ട വെള്ളം അത് മദ്യപാനികൾക്കാണ്. ഇവിടെ ഹറാമ് കുടിച്ചവരെ അവിടെയും നിങ്ങൾ ഏറ്റവും മോശമായത് കുടിച്ചാൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെ മദ്യപാനം തനിച്ച ഹറാമാണ്. അള്ളാഹു അങ്ങനെ പെട്ടുപോയവർ എത്ര സഹോദരിമാരാണ്, ഉസ്താദ് എൻ്റെ ഭർത്താവ് മദ്യപാനത്തിന് അടിമയാണ്, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. 7-ാമത്തേത്, വയറ് വീർത്ത കുറേ മനുഷ്യന്മാരെ കാണുന്നുണ്ട്. അവർക്ക് നടക്കാനും തിരിയാനും ഒന്നും പറ്റുന്നില്ല. കഠിനമായ ശിക്ഷ, വലിയ മലയോളം വലിപ്പമുള്ള വയറ് വെച്ചവരിങ്ങനെ അനുഭവിക്കുകയാണ്. ആരാണത്? അത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, അത് പലിശ തിന്നവരാണ് നബിയേ, പലിശക്കാരാണ്. പലിശ ഭക്ഷിക്കരുത് എന്നാണ് അടുത്ത സന്ദേശം, മെഹറാജിൻ്റെ ഒരു സന്ദേശം. യാ അല്ലാഹ്, അതികഠിനമായ ശിക്ഷയാണ് പലിശ, അല്ലേ? മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, പലിശ വാങ്ങുന്നവൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതിന് തുല്യമാണ്. യാ അല്ലാഹ്, ഹബീബായ തങ്ങളുടെ ഹദീസാണത്. ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 8-ാമത്തേത്, കുറേ മനുഷ്യരെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മുത്തുനബിതങ്ങൾക്ക്, അല്ലേ? അപ്പോൾ കുറേ മനുഷ്യരെ കാണാൻ അവരുടെ തല വലിയ പാറക്കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ആരാണ് ജിബ്രീൽ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയരാകുന്നത്? നരകത്തിലെ കല്ലാണ്. വീണ്ടും തലവരും, പിന്നെയും പൊട്ടിക്കും, പിന്നെയും. അത്ര വേദന ഇങ്ങനെ നിരന്തരം സഹിച്ചുകൊണ്ടിരിക്കുക. ആരാണത്? നിസ്കാരം ഉപേക്ഷിച്ചവരാണ് നബിയേ. അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, ആ തലയൊന്ന് താഴ്ത്താൻ മടിച്ചവരെ മലക്കുകൾ അതികഠിനമായി ശിക്ഷിക്കുകയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്. നിസ്കാരം 5 വഖത്ത് നിസ്കാരം വളരെ സിമ്പിളാണ്, പക്ഷെ നിസ്കരിക്കാൻ ഭയങ്കര പാടാണ്. ശൈത്വാൻ സമ്മതിക്കൂല. ഈമാനുള്ളവരെ ഹൃദ്യമായി നിസ്കരിക്കണേ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാത്തൊരു ബാപ്പയാണെങ്കിൽ ആ ബാപ്പയ്ക്ക് സ്വന്തം മകളെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പോലും അവകാശമില്ല. മുസ്ലിമായൊരു മനുഷ്യനെ നീ നിസ്കരിക്കുന്നില്ല എങ്കിൽ നിനക്ക് പന്നിയുടെയോ ഒരു നായയുടെയോ വില പോലും ഇസ്ലാമിലില്ല. അതിനേക്കാൾ താഴെയാണ് നിന്റെ സ്ഥാനം. നിന്നെ കണ്ടാൽ സലാം പറയാൻ പോലും പാടില്ലാത്ത അവസ്ഥയാണ്. നിസ്കരിക്കാത്തവരെ അതികഠിനമായ അദാബുണ്ട്, സൂക്ഷിക്കണേ. അള്ളാഹു നിസ്കാരം നിലനിർത്താൻ തൗഫീക്ക് നൽകട്ടെ. 9-ാമത്തേത്, ഹബീബായ തങ്ങൾ കുറേ സ്ത്രീകളെ കാണണം. അവരുടെ മുടി ഇങ്ങനെ വലിച്ചു പിടിച്ച് വേദനിപ്പിച്ചുകൊണ്ടൊരു തൂണിൽ കെട്ടിയിട്ട് മുടി ഇങ്ങനെ വലിച്ചു കെട്ടിയിടുന്നൊരവസ്ഥയിൽ ക്രൂരമായി ശിക്ഷിക്കുന്നുണ്ട് അവരെ. ആരാണത്? അവർ മുടി പുറത്ത് കാണിച്ചുകൊണ്ട് നടന്നവരാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. തലമറക്കണേ. അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിങ്ങളുടെ ഔറത്ത് വെളിവാകരുതേ. ഞാൻ ഇന്നലെയും ഓർമ്മപ്പെടുത്തി, യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഉസ്താദുമാർ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്? മോനെ, ഇസ്ലാമിക സംസ്കാരമല്ലാതെ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളൊന്നുമല്ല, ഞങ്ങളുടെ തോന്നിയ പോലെ കാണിക്കും, അത്രയേ ഉള്ളൂ, പറയാനേ നമുക്ക് പറ്റുള്ളൂ. യാ അല്ലാഹ്. ഇനി നിങ്ങളാണ് പുറത്ത് പോകുന്നതെങ്കിലും ഈ മുടിയൊക്കെ കാണിച്ചിട്ട് പുറത്ത് പോയാൽ ഒരു ഷാൾ ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും, മുടി മുഴുവൻ പുറത്താണ്. ഇന്ന് സ്കൂൾ സ്റ്റുഡൻസിന്, കോളേജ് സ്റ്റുഡൻസിൻ്റെ അവസ്ഥ എന്താ? ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ മുസ്ലിം പെൺകുട്ടികൾ ശരിക്കും തലമറച്ചാൻ കണ്ടിട്ടില്ല. അതിങ്ങനൊരു ഷോളിടും, ചിലപ്പോൾ അത് കഴുത്തിലായിരിക്കും. മക്കളെ, അത് തനിച്ച ഹറാമാണ്. അതികഠിനമായ ശിക്ഷ നരകത്തിലുണ്ട്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വരാനുള്ള ഒരു കാരണം അതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 10-ാമത്തേത്, ജനങ്ങളെ പറ്റിക്കുന്ന മനുഷ്യർ. അതായത് അമാനത്ത് സ്വീകരിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാതെ. ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു മുതൽ സ്വീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഏറ്റിട്ടുണ്ടാവും. അത് ചെയ്തു കൊടുക്കാതെ പറ്റിക്കുന്ന മനുഷ്യർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട്. വലിയ കുന്നോളം വലിപ്പമുള്ള വിറക് കെട്ടുകൾ അവർക്ക് താങ്ങാൻ കഴിയാതെ അവരെ താഴെ കിടന്നിങ്ങനെ പിടയ്ക്കുന്ന അതികഠിനമായ അദാബ് അവരെ കാത്തിരിപ്പുണ്ട് എന്നാണ് ഹബീബായ തങ്ങൾ അവരെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ അതാരാണ്?
അത് അമാനത്ത് സ്വീകരിച്ചിട്ട് അത് പൂർത്തീകരിക്കാത്തവരാണ് നബി എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്. ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കുക. ഈ 10 സന്ദേശങ്ങൾ, മിറാജിൻ്റെ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആയിരക്കണക്കിന് സന്ദേശം പറയാനുണ്ടാവും. ഈ 10 ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിസ്കാരം മുടക്കരുതേ, ഒരൊറ്റ വക്കത്ത് കളയരുതേ. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നോമ്പുകാരാണ് ഭൂരിഭാഗം ആളുകളും. ദുആക്ക് ഉത്തരമുണ്ട്. പിന്നെ ആകെ ക്ഷീണം ഉണ്ടാവും, ഇടയത്തായൊക്കെ എഴുന്നേറ്റിട്ട് ആകെ ടയർഡായിരിക്കണം. അപ്പോൾ നമ്മൾ വേഗം ദുആയിലേക്ക്, ചെറിയൊരു ദുആ മാത്രമേ ഉള്ളൂ നമ്മൾ പതിവാക്കുന്ന, എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ ഹൃദ്യമായി നമ്മൾ ഇന്നലെ രാത്രി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് വസിയ്യത്തുകൾ, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് അല്ലാഹു നല്ല ബുദ്ധിശക്തി കൊടുക്കട്ടെ. എല്ലാ മേഖലയിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അർഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, വിശുദ്ധമായ മെഹറാജ് ദിനത്തിൽ നോമ്പുകാരായി ഞങ്ങൾ നിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണയല്ല. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകണയല്ല. എന്തെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്, ഈ ഇൽമ് കേട്ടത്, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തതും അല്ലാതെയും ഒക്കെയായി ഒരുപാട് മുറാദുകൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അല്ലാ, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണയല്ല. സമാധാനം നിറഞ്ഞ ജീവിതം നൽകണയല്ല. അസുഖങ്ങളിൽ നിന്ന് മുക്തി നൽകണയല്ല. എത്രയെത്ര അസുഖങ്ങളെക്കുറിച്ചാണ് ഓരോരുത്തരും പറയുന്നത്. യാ റബ്ബന, എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലയല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വാലിഹീങ്ങളാക്കണയല്ല. മദ്രസയിലും സ്കൂളിലും കോളേജിലും മറ്റു മേഖലകളിലുമൊക്കെ പലവിധ എക്സാമുകളുമായി ബന്ധപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, നല്ല ഉന്നത വിജയം നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കൾ, ഞങ്ങളുടെ ഇണകൾ നിസ്കരിച്ച് കാണാൻ കൊതിയുണ്ട്. എല്ലാവർക്കും 5 വഖത്ത് നിസ്കാരം ഖളാ ഇല്ലാതെ നിസ്കരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. മദ്യപാനികളാക്കല്ലയല്ല, വ്യഭിചാരികളാക്കല്ലയല്ല, ഹറാമിൽ പെട്ടുപോകുന്നവരാക്കല്ലയല്ല. യാ റബ്ബന, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല. ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പ് നീ സ്വീകരിക്കണയല്ല. 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറെ വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ആരംഭപ്പൂവായ തങ്ങളുടെ സുന്ദരമായ മിഅ്റാജിൽ സന്തോഷിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നീ സന്തോഷം നൽകണയല്ല. നീ ഞങ്ങളെ കൈവെടിയല്ല തമ്പുരാനെ. നീയല്ലാതെ ഞങ്ങൾക്കൊരാശ്രയമില്ല അല്ലാ. യാ റബ്ബന അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ വീട്ടണയല്ല. ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണയല്ല. ഒരുപാട് പ്രവാസികളുണ്ട്, അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണയല്ല. ഞങ്ങൾ ഇന്ന് പഠിച്ച കാര്യം ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല. സിഹർ കൊണ്ട്, കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ മോചനം നൽകണയല്ല. പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണയല്ല. ഫസ്റ്റ് സ്കാനിൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല, വിഷമിക്കണ്ട, അടുത്ത സ്കാനിൽ അല്ലാഹു അത് കേൾപ്പിക്കും. പടച്ചവനെ, സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ അതിന് തൗഫീക്ക് നൽകണയല്ല. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും വിട പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. അതുപോലെ തന്നെ സ്വന്തം വീട്ടിലല്ലാതെ മറ്റു പലരോടൊപ്പം കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം വീടിലൊരു തൗഫീക്ക് നീ കൊടുക്കണയല്ല. പടച്ചവൻ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാന് സലാമത്താക്കണയല്ല. പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. യാ റബ്ബന, മരിക്കുന്ന സമയത്ത് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് വിട പറയാൻ തൗഫീക്ക് നൽകണയല്ല. നാളെ പരലോകത്ത് ആരംഭപ്പൂവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.